ലുലു ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഫോടുന്നതാണ്. ഇന്ന് തൃശ്ശൂർ പൂരമാണല്ലോ. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ചാക്കോച്ചെന്ന എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ ഭയങ്കര പൂരപ്പെരുമയാണ്. ആനകളുടെ പേര് ബൈഹാട്ട, കുട്ടികളുടെ പേര് ബൈഹാട്ട, കുറേ സംഭവങ്ങൾ അവന് നന്നായിട്ട് അറിയാം. അവന് പൂരം വെച്ചിട്ടാണ് അവൻ താരാട്ടുപാട്ടായിട്ട് കേട്ട് കിടാണ്ട് താരാട്ടുപാട്ട് സൗണ്ട് കുറച്ചാ. അതിനും വേണം ഒരു മനസ്സ്. കാര്യം ഞങ്ങളിപ്പോൾ ധ്വനി പരിപാടി കണ്ടിട്ട് ഇത് ധ്വനി 2024 കണ്ടിട്ട് ദേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത്തിരി ഫുട്ടേജസ് ആഡ് ചെയ്യാം. ഞാൻ വീഡിയോ അവിടെ ഇത്തിരി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പോണേക്കാളും മുമ്പ് വീഡിയോ വ്ളോഗിങ് തുടങ്ങിയില്ല, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൂടെ വീണ്ടും ചാക്കോച്ച വന്നിരിക്കുന്നു. ഇനി ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡ് അടിച്ച് പരിപാടികളൊക്കെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൂട്ടണം. ഓക്കെ, കന്നിമുട്ട അടിപൊളി അല്ലേ. മറ്റേ ഡോർട്ടോസ് അല്ല, അത് ശരിക്കുള്ള ടാക്കോസ് പോലത്തെ. അപ്പം ഇത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാണ് ഈ ഗുവാക്കമോളി. സവാളയും അവക്കാടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കണ. നമുക്ക് ആ സാധനം ആദ്യം ഉണ്ടാക്കാം. ഈ ഗുവാക്കമോളി എന്ന് പറഞ്ഞ സാധനം ഞാൻ എന്നും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനത്തിൽ നിന്നാണ്. എന്നും മീൻസ് ബ്രെഡിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായാലും മുക്കി കഴിക്കാൻ മാത്രമല്ല, ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായാലും ഞാൻ ഉപയോഗിക്കുന്നതാണ്. സവാള ഫുള്ളിൻ്റെ ഒന്നും ആവശ്യമില്ല, തുണ്ട് മതി. അപ്പോൾ ഞാൻ തൊലി എന്താ കളയാത്തതെന്ന് ചോദിക്കണ്ട, ഞാൻ തൊലി കളയും. ഇതിപ്പോൾ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് ഒന്ന് കഴുകി നമ്മളിതിനെ ഓക്കെ കുനുകുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞാൽ മതി. നമുക്കൊരു മിളക് എടുക്കാം. ഇവിടെ മിളക് ലൈക്ക് പെട്ടെന്ന് കേടായി പോകുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞത് ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല, കുറേ നാൾ നിൽക്കും ചെയ്യും. ഇത്തിരി ലെമൺ, ഇതാണ് ഗാർലിക് പൗഡർ. അതിന് മറ്റേ മാഗിയിലൊക്കെ ഒരു ടേസ്റ്റ്, നമ്മൾ മാഗി മസാല ഒക്കെ കഴിക്കാറില്ലേ, ആ ഒരു ടേസ്റ്റ് ഇതിന്. ഇത് ഇത്തിരി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റ് കൂടുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തിരി ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടാൽ സംഭവം സീനാണ്. ഇത് കണ്ടോ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുത്താൻ വേണ്ടിയിട്ട്. തരികളൊന്നും ഇല്ലയെന്ന് മനസ്സിലാവുമ്പോൾ നമ്മളതിനെ നിർത്തിയാൽ മതി. ഒരു നാച്ചോസ് എടുത്ത് ഇതിലിങ്ങനെ മുക്കി അടിപൊളി. ഇതിന് വേണ്ടിയിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ. ബ്രെഡ് ചൂടാക്കി, കട്ട്ലേറ്റ് ചൂടാക്കി, ഇത് രണ്ടും മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാം. ചാക്കോച്ചൻ വീണ്ടും എത്തിയിരിക്കുന്നു. ഹലോ ചാക്കോച്ച. ചാക്കോച്ചന് ഈ ഇലക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഇവൻ ഇലക്ഷനെ കുറിച്ചൊരു വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാലത്ത് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അവനൊരു ഷൗട്ട് ഔട്ട് തന്നിരിക്കുന്നു.
ഫുഡായി. സാധാ ഒരു സിമ്പിൾ ബ്രെഡ് ഇത്രേ ഉള്ളൂ. അണിമട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ഞാൻ എത്ര കഴിക്കണേ. നമുക്ക് ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഇവിടെ നെയ്യും, ഇവിടെ നെയ്യും. അടിപൊളി സാധനം, അടിപൊളി സാധനം കാണിച്ചു തരാം. ഒരു ചാക്കോച്ച ഇവിടെ ഉണ്ട്. അത് ചാക്കോച്ച ഇല്ല ഇല്ല ഇല്ല. ഇതിൻ്റെ ഇടയിൽ കട്ട്ലേറ്റ്, ചീസ്, ഞാൻ എനിക്ക് വേണ്ടി മാത്രം 2 കട്ട്ലേറ്റ് ഉണ്ട്, ഞാൻ തിണ്ടിയല്ല. പിന്നെ ഗ്വാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു ഫുഡ്. അതൊക്കെ ഞാൻ സെറ്റാക്കടാ. ഞാൻ കഴിച്ചിട്ട് വേഗം കഴിച്ചു ഒക്കെ. ഇതെടുത്ത ദിവസമാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുത്തില്ല, പക്ഷെ ഞാൻ പോർക്കറിയും ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് കഴിച്ചേ. ഇപ്പോൾ ആരോമൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ നിൽക്കുക. അപ്പോൾ പോണ വഴിക്ക് ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. അപ്പോൾ നമ്മൾ വാൾമാർട്ടിൽ വിട്ട് ഒരു കേസ് ബിയർ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നു. ബർത്ത്ഡേ വീഡിയോ ഒന്നും എടുക്കില്ല, കാരണം എല്ലാവരും എന്നെ കളിയാക്കും. എന്നാലും അല്ലെങ്കിൽ ആരും അറിയാതെ വീഡിയോ എടുക്കാൻ നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, ദിസ് ഈസ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ ഹായ് പറയൂ. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ബിയർ എടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തില്ല. ബിയർ ഒരു 3 കേസ് ബിയറാണ് വാങ്ങിച്ചോക്കണേ പുറത്തിറക്കി. ശരി, അത് പോയിക്കൊണ്ടിരിക്കുക. വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആകാശ് ദിലീപ്, ടോം ക്രൂസ്. ഓ ഇതാണ് ആകാശ്. അതാണോ ആകാശ്? ഹായ്, സുഖാണ് ആകാശ്? സുഖാണ്. ആകാശ് ഓൾസോ നോൺ ആസ് ആകാശ്. മപ്പല്ലേ ടിവിനെ ഇവിടെ ഇറക്കി വിട്ടേ, നീ ക്രോസ് ചെയ്ത് പോണം. കിടന്ന് ഉറങ്ങുന്നു, ഞാനിവിടെ കിടന്ന് ഉറങ്ങി. ഞങ്ങള് സോഫയിലാണ് ഗൈസ്. അവൻ പറഞ്ഞ തെറി ഞാൻ മ്യൂട്ട് ചെയ്ത് കളയാം. ബർത്ത്ഡേ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങൾ രണ്ടുപേരും നല്ല അവസ്ഥയിലാണ്. ഇന്ന് കിടന്ന് ഉറങ്ങി. അവൻ ഇപ്പൊ ഇത്ര നേരം ഞാൻ കട്ട് ചെയ്ത് എന്തിനാന്ന് അവൻ തെറി പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ അത് കട്ട് ചെയ്തു. ഇനി നാളെ കടാം. നാളത്തെ ദിവസം എന്താന്ന് നമുക്ക് നോക്കി അറിയാം. നാളെ ജോലിയുണ്ട്. പെട്ടെന്ന് കൂടെ 1:30 ആയി ഓൾറെഡി. ചാക്കോച്ച ബൈ പറയൂ. ഉമ്മ കൊടുക്കൂ. ഏതായാലും അഭിഷേകിന് വിശ്വാസം